സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. മാത്രവുമല്ല, മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കും. കാരണം സാധുക്കളായവർക്ക് ആശ്രയിക്കാൻ വേറെ രാഷ്ട്രീയ പിൻബലമില്ല. സഭാതലത്തിലോ സാമൂഹിക തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ അവർക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളോ അവരെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. അവരുടെ ആശ്രയം ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവര് കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവും. ദൈവത്തിന്റെ വചനമുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനും തിരുവചനത്തിലുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ഇവിടെ എന്താണ് പറഞ്ഞത്? മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കും. ആർക്കാണ് ആനന്ദം കിട്ടുന്നത്? ഒരു സാധു ഹൃദയം, ഒരു എളിമയുള്ള ഹൃദയം. ഞാൻ വലിയവനാണെന്ന് ചിന്തിച്ച് അഹങ്കരിക്കുന്ന ഒരു ഹൃദയമല്ല. കർത്താവേ, അവിടുത്തെ കൃപയുണ്ടെങ്കിലേ എനിക്ക് ജീവിതമുള്ളൂ, അവിടുത്തെ കൃപയുണ്ടെങ്കിലേ വിജയമുള്ളൂ, അവിടുത്തെ കൃപയുണ്ടെങ്കിലേ ഞാൻ വളരുകയുള്ളൂ, ഉയരുകയുള്ളൂ, അവിടുത്തെ കൃപയില്ലെങ്കിൽ ഞാൻ ഒരു പൂജ്യമാണെന്ന് ചിന്തിച്ച് കർത്താവിൽ ആശ്രയിക്കുന്ന സാധുക്കളായ മനസ്സുള്ളവർ.